ചൂരൽമലയിൽ നിന്ന് 2.5 കിലോമീറ്റർ ഇപ്പുറത്ത് 2019 വയനാടിനെ പിടിച്ചുലച്ച പുത്തുമല ദുരന്തഭൂമി നമ്മൾ മറന്നു തുടങ്ങി. 57 വീടുകൾ തകർന്ന് 17 ജീവൻ നഷ്ടമായ മണ്ണിൽ ഇപ്പോൾ മരങ്ങളടക്കം വളർന്ന് തിരിച്ചറിയാൻ പറ്റാതായിരിക്കുന്നു. ആ ദുരന്തഭൂമിയുടെ അടിവാരത്ത് ഇപ്പോൾ 2 കുടുംബങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതും അവിടെ തുടരാനുള്ള ആഗ്രഹമില്ലാതെ തുടരേണ്ടി വന്നവർ. ആസിഫ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2019 പുത്തുമലയിൽ ദുരന്തമുണ്ടായ ആ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലുണ്ടായി നിരവധി ജീവനുകളുമായി ആ ഒരു ദുരന്തം കടന്നുപോയത്. നമുക്കൊപ്പം ആ ഒരു പ്രദേശവാസി കൂടി ചേരുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇതാണ് അന്നത്തെ ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ കേന്ദ്രം അല്ലേ? നമ്മുടെ ഇവിടെ എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നു? ഇവിടെ ഇതായി തൊട്ടടുത്ത് പള്ളി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പ്രദേശത്ത് നിരവധി വീടുകളായിരുന്നു. ഒരു 5 സെൻറ്റ് 10 സെൻറ്റ് സ്ഥലത്ത് നിരവധി വീടുകളായിരുന്നു. ആ വീടുകളിലെ ആളുകളെ മുഴുവൻ നമ്മൾ തലേ ദിവസം ഒരു രാത്രി ഒരു വീട് മേലെ, ഈ പള്ളീൻ്റെ നേരെ മേലെയുള്ള ഒരു വീട് നഷ്ടപ്പെട്ടു. അത് അറിഞ്ഞതിന് ശേഷം പിന്നെ ഈ താഴെയുള്ള ആളുകൾ വന്ന് പിറ്റേന്ന് രാവിലെ തന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിച്ചു. അതുകൊണ്ടാണ് അന്ന് ആ ദുരന്തത്തിൽ വലിയ ആളുകളൊന്നും പെടാതിരുന്നത്. വീണ്ടും അവിടെ ക്യാമ്പിൽ പോയി തിരിച്ച് വന്ന് വീട് സന്ദർശിക്കാനും അതുപോലെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാനൊക്കെ വന്ന ആളുകളാണ് നിർഭാഗ്യവശാൽ അതിൽ പെട്ടുപോയത്. അല്ലാതെ കുറേ ആളുകളെ നമ്മൾ അതുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പുത്തുമല പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പച്ചക്കാട്. അതാണ് പൂർണ്ണമായിട്ടും 2019 തുടച്ചു നീക്കിപ്പോയത്. ഈ റോഡൊക്കെ പിന്നീട് നിർമ്മിച്ചതാണ്? അല്ല, ഇത് നേരത്തെ ഉണ്ടായിരുന്ന റോഡായിരുന്നു. മൂടിപ്പോയിട്ട് വീണ്ടെടുത്തതാണ്. ഈ വന്ന് കൂട്ടിയിരിക്കുന്ന മണ്ണൊക്കെ അന്ന് വന്ന ദുരന്തത്തിൽ വന്ന് കയറി? ഇതൊക്കെ അന്ന് വന്ന ദുരന്തത്തിൽ. ഇത് ഇവിടെയൊക്കെ തേയിലത്തോട്ടായിരുന്നു. അത് അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ തേയിലത്തോട്ടായിരുന്നു എസ്റ്റേറ്റിൻ്റെ. അതൊക്കെ അന്നത്തെ ഭാഗമായിട്ട് അടിച്ച് നിരത്തി വന്ന ശരിക്കൊരു മരങ്ങളും കല്ലൊക്കെ നമ്മൾ ലൈവായിട്ട് നിന്ന് കാണുകയാണ്, ഓടി രക്ഷപ്പെടുക. ആ സമയത്ത് മരങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് നമ്മൾ അടുത്തേക്ക് വരുന്ന മാതിരിയുള്ള ഒരു അതേമാതിരി നിരങ്ങി വെള്ളം ഒന്നായിട്ട് അടിച്ച് കലക്കിയിട്ട് വരുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആവശ്യം ദുരന്തഭൂമിയുടെ തൊട്ട് താഴെ ഒരു 3-4 വീടുകളിൽ ആളുകൾ ഇപ്പോഴും താമസമുണ്ടല്ലോ, അതെന്താണ്? അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ആ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ അന്ന് അതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങൾ 2 വീട്ടുകാരിൽ പൂർണ്ണമായിട്ടും ഒരു ഇതും കിട്ടാതെ മാറ്റി നിർത്തിയപ്പെട്ട ഒരാൾക്കാരാണ്. അതെന്താ അങ്ങനൊരു? എന്താണ് അതിൻ്റെ കാരണങ്ങളൊന്നും വ്യക്തതയല്ല ഇപ്പോഴും. അപ്പോൾ നമുക്ക് ഈ സത്യത്തിൽ ഇപ്പോൾ മഴ ഒന്ന് ചാറി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ ഭയങ്കര പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി മേപ്പാടിയാണ്. ഞാനിവിടുന്ന് രാവിലെ 8 മണി 8:30 മണിയാകുമ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ രാത്രി ഒരു 10 മണി 9-10 മണിയാകുമ്പോൾ തിരിച്ചു വരുള്ളൂ. മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് വിളി തുടങ്ങും, പെട്ടെന്ന് വരണം ഇവിടെ മഴയാണ്. ഇപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടുന്ന് മാറിപ്പോയതാണ്. തിങ്കളാഴ്ച മാറി ജ്യേഷ്ഠൻ്റെ വീട്ടിലുള്ളത്. അവിടെ നിൽക്കും. നമ്മൾ ഇപ്പോൾ ഒരു ബന്ധു വീട്ടിലൊക്കെ നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടാവില്ല. നമ്മൾ ജ്യേഷ്ഠനാണെങ്കിലും അനിയൻ ആരെങ്കിലും വീട്ടിൽ നിൽക്കുന്നതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകും. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വന്നാലും ശരി ഞാൻ അങ്ങോട്ടില്ല. ഇവിടെ നമുക്ക് കടത്തിനല്ലെങ്കിൽ നമ്മളെ പീഡിയ റൂമുണ്ട്, അവിടെ കിടക്കാം. ഞാൻ അപ്പോൾസ്റ്ററി വർക്ക് നടത്തുന്ന ഒരാളാണ്. അവിടെ മേപ്പാടി എരുമക്കൊല്ലി റോട്ടിൽ വർക്ക്ഷോപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് രാത്രിയിൽ അവിടെ കിടക്കാം, ഞങ്ങളില്ല എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഈ ഒരു ഭൂമിയുടെ ഒരു ദുരന്ത സാധ്യത അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇനിയും വരും. അത് അതുകൊണ്ട് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് തൂങ്ങി നിൽക്കുകയാണ്. ഈ ആ ഭാഗം നമുക്ക് ശരിക്കും നോക്കിയാൽ അറിയാം. ശരിക്കും ഈ മലേൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടാണ് വന്നുള്ളത്. ഇപ്പോൾ പച്ചപ്പ് വന്നുകൊണ്ടാണ് നമുക്കത് ശരിക്കും മനസ്സിലാകാത്തത്. അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ഭീകരത മനസ്സിലാവും. അതങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഈ മലയിലടിച്ച് ഇപ്പോൾ നമ്മളെ മുണ്ടക്കൈ വന്ന മാതിരി തന്നെ ഏകദേശം ആ മലയിലടിച്ച് നേരെ ഇങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഭാഗമല്ലേ അന്ന് ഇടിഞ്ഞു വന്നത്? അതെ. ആ ഭാഗം മണ്ണിങ്ങനെ കാണുന്ന ഭാഗം. പക്ഷെ ബാക്കിയുള്ള ഭാഗം അതിൻ്റെ മുകളിൽ തൂങ്ങി, ശരിക്കും പറഞ്ഞാൽ തൂങ്ങി പിടിച്ച് നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. ശക്തമായ മഴയാണെങ്കിൽ അത് വീണ്ടും വരും. ആ ദുരന്തം ഉണ്ടായതിൻ്റെ അതേ അടിവാരത്താണ് ഇപ്പം നിങ്ങൾ രണ്ട് താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് 10 അടി അകലെന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മരുമകൾ നഷ്ടപ്പെട്ടത്. നമ്മളെ വീട്ടിൽ ആ സമയത്ത് 10-60 പേരുണ്ട്. പക്ഷെ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. നമ്മൾ ഓടിയിട്ട് രക്ഷപ്പെട്ട് കുറച്ച് മേലെത്തിയിട്ടാണ് നമ്മൾ വിവരം അറിയുന്നത്. ഓളതിൽ പെട്ടുപോയിന്. തിരിച്ച് വന്ന് നോക്കുമ്പോൾ അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയിനു. പക്ഷേ പകൽ സമയത്തുണ്ടായത് കൊണ്ട് മാത്രം നമുക്കന്ന് വലിയ മനുഷ്യനഷ്ടം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ്. അതന്നെ, തീർച്ചയായിട്ടും അതാണ്.
തീർച്ചയായും നമുക്ക് ആ പുത്തുമല ദുരന്തമുണ്ടായ അതേ മണ്ണിലാണ് ഇതൊക്കെ ഒരു തേയിലക്കാടുകളായിരുന്നു. അവിടെയാണ് ഈ മണ്ണ് മുഴുവൻ വന്ന് അന്ന് നിറഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും അപകടകരമായ ആ കുന്നിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അന്ന് ഇടിഞ്ഞ് താഴേക്ക് വന്നത് ഉരുൾപൊട്ടലിൽ. ഇപ്പോഴും അത് അവശേഷിക്കുന്നുണ്ട്. അപ്പോഴും 2 കുടുംബങ്ങൾ ആ ദുരന്തഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിൽ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരാളോടാണ് നമ്മളിപ്പോൾ സംസാരിക്കുകയും ചെയ്തത്. ഒരു കുടുംബത്തിലെ ആളോടാണ് നമ്മളിപ്പോൾ സംസാരിക്കുകയും ചെയ്തത്. ഈ പുത്തുമലയിലെ ഇതേ ഭൂമിയിലാണ് ഇപ്പോൾ ആ ദുരന്തഭൂമിയിൽ തന്നെയാണ് നമുക്ക് ചൂരൽമലയിൽ ഉണ്ടായ നഷ്ടം. നമ്മളുടെ നിരവധി ആളുകൾ നഷ്ടപ്പെട്ടു. അതിൽ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങളാണ് കൂടുതൽ ആളുകളുടെയും ലഭിച്ചത്. അതും ഇപ്പോൾ കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കി സംസ്കരിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ ഒരു പ്രദേശത്തെത്തിയപ്പോഴാണ് 2019 ആ ദുരന്തഭൂമിയുടെ നേർചിത്രങ്ങൾ ഇപ്പോൾ നമ്മളോട് ആ പ്രദേശവാസി തന്നെ ഇപ്പോൾ വിവരിക്കുകയും ചെയ്തത്. ക്യാമറമാൻ അരുണിനൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം.